കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ ബലാത്സംഗ കൊലയിൽ നിർണായക നീക്കവുമായി ഗവർണർ. അടിയന്തര മന്ത്രിസഭാ യോഗം വിളിക്കാൻ മമതാ സർക്കാരിന് ഗവർണർ നിർദ്ദേശം നൽകി. ബലാത്സംഗ കൊലപാതകത്തിൽ സ്വമേധയാ എടുത്ത കേസ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് CBI കോടതിയിൽ സമർപ്പിക്കും. ആദിൽ പാലോട് നൽകും വിവരങ്ങൾ. അതിൽ ഒരു മാസം പിന്നിടുകയാണ് കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ ബലാത്സംഗ കൊല നടന്നിട്ട്. എന്തായാലും നിർണായക നീക്കം ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ എന്തൊക്കെയാണ് അതിൽ പറയുന്നത്, എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? കൊൽക്കത്തയിൽ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. ഒരു മാസം പിന്നിടുമ്പോഴും പ്രതിഷേധത്തിന് അയവില്ല. ഇന്നലെ ഒരു മാസം പിന്നിടുന്നത് കണക്കിലെടുത്തുകൊണ്ട് വലിയ രൂപത്തിലുള്ള പ്രതിഷേധം അർദ്ധരാത്രി വിദ്യാർത്ഥികളും പൊതുജനങ്ങളുമാകെ കൊൽക്കത്തയിലും പശ്ചിമബംഗാളിന്റെ വിവിധ ഭാഗങ്ങളിലും സംഘടിപ്പിച്ചിരുന്നു. ഈ പ്രതിഷേധങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഗവർണർ നിർണായകമായി ഇക്കാര്യത്തിൽ ഇടപെടുന്നത്. മമതാ ബാനർജിക്ക് ബംഗാൾ മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് നൽകിയിരിക്കുകയാണ് ഗവർണർ CV ആനന്ദബോസ്. അടിയന്തരമായി മന്ത്രിസഭാ യോഗം വിളിക്കണമെന്നും ആദ്യഘട്ടത്തിൽ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്ന് മാതാപിതാക്കളും വിദ്യാർത്ഥികളും സഹപാഠികളും ആരോപിക്കുന്ന കൊൽക്കത്ത പോലീസ് കമ്മീഷണറെ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നുള്ള ആവശ്യമാണ് സർക്കാരിന് മുന്നിൽ ഗവർണർ വെച്ചിരിക്കുന്നത്. ഇനി അക്കാര്യത്തിൽ എന്ത് സംഭവിക്കുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. വളരെ പ്രധാനമായും അങ്ങനെ അടിയന്തര മന്ത്രിസഭാ യോഗം വിളിക്കണമെന്ന് ഗവർണർ സാധാരണ മുഖ്യമന്ത്രിയോടൊന്നും പറയാറില്ല. പക്ഷേ സാഹചര്യം വേറൊരു തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. രാഷ്ട്രീയ തർക്കത്തിലേക്ക് കൂടി അത് മറ്റൊരു തലത്തിലേക്ക് ഇത് പോകുന്നു എന്നുള്ളതാണ്. ഭരണപരമായ ഒരു തർക്കത്തിലേക്ക് കൂടി കാര്യങ്ങൾ മാറുന്നു. അത് ഈ പ്രതിഷേധങ്ങൾ കൂടി കണക്കിലെടുത്താണ് ഗവർണർ ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മമതാ ബാനർജിക്ക് ഇത് സംബന്ധിച്ച കത്ത് നൽകിയിരിക്കുന്നു. പ്രധാനമായും ഇപ്പോഴും മാതാപിതാക്കൾ ആരോപിക്കുന്നത് സഞ്ജയ് റോയ് എന്ന സിവിക് പോലീസ് വോളണ്ടിയർ മാത്രമല്ല പ്രതി എന്നുള്ളതാണ്. പക്ഷേ CBIയും കണ്ടെത്തിയിരിക്കുന്നത് ഇത് ഒരു ബലാത്സംഗ കൊലയല്ല, സഞ്ജയ് റോയ് മാത്രമാണ് പ്രതിപട്ടികയിലുള്ളത് എന്നാണ്. കൂടുതൽ പേർക്ക് ഇതിൽ പങ്കില്ല എന്നൊരു കൃത്യമായ ഒരു കണ്ടെത്തലേക്ക് CBIയും എത്തിയിട്ടുണ്ട്. ഇന്ന് CBI അക്കാര്യം സുപ്രീം കോടതിയെ അറിയിക്കുമെന്നാണ് കരുതുകയും ചെയ്യുന്നത്. ശരി, ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്.